ഡേയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യശ്രുതിയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കോസ്തയാണ്. അത് ചിരക്കി വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് പപ്പക്കായ ഓമക്കായ എന്ന് പറയുന്ന സാധനം അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതിൽ ആവശ്യമുള്ള സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് കോസ്ത തയ്യാറാക്കാം. അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇതിലെ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളയാം. നന്നായി ഒന്ന് ഉപ്പ് ചേർത്തൊന്ന് തിരുമ്പുക. വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ പിഴിഞ്ഞ് കളഞ്ഞാൽ മതി. നമുക്ക് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വരാം. ഇതിലേക്ക് കോൺഫ്ലവറാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 3 ടീസ്പൂണോളം കോൺഫ്ലവർ ചേർക്കാം. ആവശ്യത്തിന് ചേർക്കാം. 3 ടീസ്പൂൺ തന്നെ വേണമെന്നില്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപ്പ് പാകത്തിന് ഇത്തിരി കൂടി ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് കടലമാവ്, ഒരു 2 ടീസ്പൂണോളം കടലമാവും കൂടി ഇതിൽ ചേർക്കാം. ഈ പാകത്തിന് എടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇത് വറുത്തെടുക്കണം. ഇതേപോലെ ബോളാക്കിയിട്ട് ഇടാം. ഇതേപോലെ ഉരുളകളാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വറുത്തെടുക്കാം. വറുത്ത് മാറ്റി വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായാൽ ഓരോ ബോളും അതിലേക്കിട്ട് വറുക്കാം. മറ്റ് വേണം വറുത്തെടുക്കാൻ, ഉള്ളു വേവില്ല. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. ഒരു ചിക്കനാണെന്നൊക്കെ വിചാരിച്ച് അവർ കഴിച്ചോളും. വെജിറ്റബിൾ മീലൊക്കെ പോലെ തോന്നുന്നത് ഇങ്ങനെ ഒരു ബീഫിൻ്റെ ചിക്കൻ്റെ ഒക്കെ ഒരു മണവും ഒക്കെ ആകുമ്പോൾ ഒരു ഫുഡ് കഴിക്കും.
മൊരിയിച്ചിട്ടുണ്ട്. ഇനി എടുത്ത് മാറ്റാം. ഇത് വെജിറ്റേറിയൻകാർക്കും യൂസ് ചെയ്യാം. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വപ്പക്കായ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയത്. ഇത് ഓമക്കായ വെച്ചിട്ട് ചെയ്തതാണ്. സ്റ്റൗ കത്തിക്കാം. അതിലേക്ക് സവാള അരിഞ്ഞത് ചേർക്കാം. ഒരു സവാള ആ വറുത്ത എണ്ണയിൽ ഇനിയാണ്. അതിൽ പകുതി എണ്ണ മാറ്റിയിട്ടുണ്ട്. ഒരു 3 ടീസ്പൂണോളം എണ്ണ ഉണ്ടാവും. അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇടാം. ഒരു 5-8 ചുവന്നുള്ളി അരിഞ്ഞതിടാം. ഒരു 5-8 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതിടാം. ഒരു തക്കാളി ഇടാം. കുറച്ച് ഉപ്പിടാം. വഴറ്റിയെടുക്കും. വേപ്പിൻ്റെ ഇല ഇടാം. വാടിക്കഴിഞ്ഞാൽ അതിൽ കുറച്ച് മുളക് പൊടി ഇടാം. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, ചിക്കൻ മസാലയുടെ പൊടി, 2 ടീസ്പൂണോളം ചിക്കൻ മസാലയുടെ പൊടി ഇടാം. ഇങ്ങനെ ഇളക്കിക്കും. കുറച്ച് പെരുംജീരകത്തിൻ്റെ മുഴുവൻ പെരുംജീരകം ഉണ്ടല്ലോ, അതൊരു 1/4 ടീസ്പൂണോളം ഇടാം. ഇതിലേക്ക് പുഴുങ്ങി വേവിച്ച് വെച്ചിട്ട് അരിഞ്ഞെടുത്ത ഉരുളൻകിഴങ്ങ് ഒരു 3 എണ്ണം ചേർക്കാം. ഇളക്കി കൊടുക്കാം. പിന്നെ 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 2 ടീസ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കലക്കിയത് വെള്ളത്തിലേക്ക് ഒഴിച്ചു. ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കാം. കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കോസ്ത വറുത്തത് ഇതിലേക്ക് ചേർക്കാം. ഇത് നോൺ വെജ്ജുകാർക്ക് പറ്റിയ ഒരു കറിയാണ്. ചിക്കൻ കറി കഴിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടാം. ഇതെല്ലാവരും ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും.